അയ്യോ തീ മാറിക്കോട്. വേണ്ട വിളിക്കണ്ട വിട് വെക്കവിടെ. എന്തോന്നത് പോണ്ടേത് കൊള്ളാമ്മ, നല്ല പരിപാടിയാണ് ചെയ്തത്. പാലില് വെളിച്ചെണ്ണ വെച്ചിട്ട് അങ്ങ് പോയല്ലേ, കത്തിയതെന്താ? ഒറ്റ വീക്കാര് ഞാനല്ലടാ, അവളാണ് ലച്ചു. ലച്ചു ആണെന്ന്. അതാണ്ട് ഉള്ളിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണ, എന്തോ പരിപാടി ചെയ്യാൻ പോയത് കേട്ടാ. ഞാൻ ഇപ്പൊ ആ കൊച്ചു കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ? അല്ല ആ സാധനം ലച്ചേച്ചി, ചേച്ചി എന്താ ഇവിടെ? എന്താ ഇവിടെ ഉത്സവം? പുകയൊക്കെ ഇവിടെ വെടിക്കെട്ടിട്ട് തീ പിടിച്ചതാ. ഞാനേ കടുക് വറുക്കാൻ വേണ്ടി ആ പാന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീ കത്തിച്ച് പോയിട്ട് തീ പിടിക്കൂലേ? അറിയില്ല നിനക്ക് ബോധമില്ലേ? ആ കൊച്ചിപ്പോടെ വന്നു കയറി ആ കൊച്ചിന്റെ മെത്തങ്ങനെ വീണിരുന്നെങ്കിലാ. അതമ്മ ഫ്രണ്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫോൺ ചെയ്ത് പുറത്തോട്ട് അങ്ങ് പോയ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലെ കിച്ചണിൽ കയറിക്കരുത്. നിനക്ക് പറ്റിയ ജോലി തന്നാ അടുത്ത് പോയിരുന്നു ഫോൺ ചെയ്യല. എപ്പ അടുക്കളക്കരോ അല്ല മോക്കെ ഫോൺ വിളിക്കുന്ന കാര്യം ഓക്കെ. ഫ്രണ്ട് വിളിച്ച ഇവിടെ നിന്ന് ഫോൺ വിളിച്ചാൽ എന്തിനാ പുറത്തു പോയെന്തോ അതിനു വേണ്ടി സീക്രട്ട് എന്തോ? നിന്റെ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേട്ടാ. ലച്ചു നീ എപ്പോഴും അടുക്കളക്കര അബദ്ധമല്ലേ കാണിക്കാറുള്ളത്? എന്തെങ്കിലും മര്യാദക്ക് ചെയ്യാൻ അറിയാമോ നിനക്ക്? എന്നിട്ട് തർക്കുത്തരം പറയണ നിന്നിട്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്യണ്ട. എനിക്കറിയാം ക്ലീൻ ചെയ്യാൻ. മാറിക്കോട്ട്. ഞാൻ പറഞ്ഞ അടുക്കള കയറണ്ട നീ. ബാക്കിയുള്ളവരുടെ ജീവനെ പ്രശ്നവും നീ ഇറങ്ങിട്ടുണ്ടാ. വെളിച്ചെണ്ണയൊക്കെ പകുതി മേടിക്കോട്ടെ എന്റെ ഇന്ന്. ഞാൻ പോവില്ല അടുക്കളയിൽ. അതിന് സ്ഥിരം പതിവാണല്ലോ. എപ്പോഴാ പാല് കളയാത്തത്? ലച്ചു നിനക്ക് പറ്റിയ പരിപാടി ഞാൻ പറഞ്ഞല്ലോ. ആ മുറി എന്നും ഫോൺ ചെയ്യാ. ഇത് മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ പോകൂല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി. ചേച്ചിയെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയൂല. ചേച്ചി ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധ പാലിക്കണം. ഇല്ലെങ്കിൽ വീട് മൊത്തം നിന്ന് കത്തും. വാടക വീടാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ് എ ടൈം കുറെ ജോലി ചെയ്യുന്ന പരിപാടി നിർത്താതി. നീ നിന്റെ ക്ലാസ് എടുക്കുന്ന ട്യൂഷൻ ക്ലാസ്സിൽ മതി, എന്റെ അടുത്ത് വേണ്ട. എല്ലാം കത്തിക്കരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറണ. അമ്മ എന്തിനമ്മ എന്നെ തല്ലിയത്? നിനക്ക് എന്നെ തിരിച്ചല്ലണാ? ഇറങ്ങിപ്പോടി അവിടുന്ന്. ഞാൻ പോകൂല. ലച്ചു മര്യാദക്ക് ഇറങ്ങി പോനാ ഞാൻ പറഞ്ഞ ഇവിടുന്ന്. പോലച്ചു ഇവിടുന്ന്. ശ്രദ്ധയില്ലാത്തവർക്ക് പറ്റിയതല്ല അടുക്കള. ഇതിപ്പോ എന്തായാലും അമ്മ എല്ലാം ക്ലീൻ ചെയ്യാൻ നോക്കുക കേട്ടാ. എന്ത് വന്ന് നോക്കണേ? എനിക്ക് അടി കിട്ടിയപ്പോ നല്ല സന്തോഷായല്ലേ? നീ എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? എനിക്ക് വന്നൂടെ? വരാൻ പാടില്ല. നീ പോ. ഒന്നാമത് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കും. നീ എണീറ്റ് പോയേ പാറു. ഞാൻ പറഞ്ഞു ഒന്നാമത് ദേഷ്യം വന്നിരിക്കുകയെന്ന്. നീ എണീറ്റ് ഇറങ്ങ് പോ. പുറത്തു പോ. നീ എന്താ അമ്മേനെ വിളിക്കണേ? എന്ത് നിനക്ക്? അമ്മ ഞാനവിടെ മര്യാദക്ക് ഇരിക്കുവായിരുന്നു. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ സ്വഭാവം അനുസരിച്ചേ നിനക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചെന്നോ വലുതെന്നോ ഒന്നും നോട്ടമൊന്നും ഇല്ലല്ലോ. ലച്ചു നിനക്ക് എന്തോന്ന്? അമ്മക്ക് എന്നെ തല്ലണോ? തല്ലിക്കോ. എന്നിട്ടെന്താ എന്റെ കൈ വേദനിക്കാനാ? അല്ലാണ്ട് നീ നന്നാവാനൊന്നും പോണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി ഒരു വളിച്ച ചിരി. ഇനിയിപ്പൊ എന്റെ വായിന്നുള്ളതും കൂടെ കേൾക്കാതെ മേഡത്തിന് സമാധാനമാവില്ലെന്ന് തോന്നുന്നു. ചേട്ടാ ഇതെന്തോന്നത്? എല്ലാരും കൂടെ തല്ലാനാണ്. ഞാൻ തെരുവ് പട്ടിയാ. ഞാനേ കുഴിപ്പള്ളത്ത് രാജ്ഞിയെ പോലെ ജീവിച്ചോണ്ടിരുന്നത്. ഈ കാര്യം ഇങ്ങനെ സിദ്ധു അറിഞ്ഞേണ്ടല്ലേ എന്നെ പടി അവിടെ സമ്മതിക്കൂല, അറിയോ? പിന്നെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഒരാളുടെ മുഖം കണ്ടോണ്ട് മാത്രമാണ്. അതാരുടെ മുഖം? എന്റെ അച്ഛന്റെ മുഖം. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛന് മാത്രം സങ്കടമുള്ളൂ, വേറെ ആർക്കും സങ്കടമില്ല. എന്താണ്? കറക്റ്റ് സമയത്ത് അടുത്ത ആളും എത്തിയല്ല. ഇനിയിപ്പോ നിന്റെ വാദിക്കണോട് കേട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഇത് വായിലിരിക്കുന്ന വിലക്കാൻ നിൽക്കണ പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം? ചേച്ചി അടുക്കള കത്തിക്കാൻ നോക്കിയേ. അത് പിന്നെ ആദ്യത്തെ സംഭവം അല്ലല്ലോ. കഴിഞ്ഞ ദിവസം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളച്ച് വറ്റി പാത്രം പഴുത്തൊരു പരിവായില്ലേ? അതെപ്പോ? അതൊക്കെ കുറച്ചു ദിവസം മുമ്പ് നടന്ന്. എന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞോണ്ടാ പറയാണ്ടിരുന്നത്. ഇപ്പൊ നല്ല ഷാർപ്പ് ടൈമിലാണ് നീ ഇപ്പൊ പറഞ്ഞേക്കണം. നീ ഇങ്ങോട്ട് കയറി വന്ന് എനിക്ക് പണി തരാൻ വേണ്ടിട്ടാണോ? ഞാൻ മര്യാദയ്ക്ക് ട്യൂഷൻ സെന്ററിൽ ഇരുന്നാ മതിയായിരുന്നു. ഇവിടെ കയറി വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി പോകുമ്പോഴേ ആ ബെഡും കിടക്കയും തലോണ എല്ലാം കൂടെ കൊണ്ടുപോയിക്കോട്ടാ. അല്ല ചേച്ചി ഒരു കാര്യം ചെയ്യ്. ചേച്ചി ബെഡും തലോണ എല്ലായിടത്തും കുഴിപ്പള്ളത്തേക്ക് വിട്ടോ. പിന്നെ തിരിച്ചിങ്ങ് വരണ്ട. വെറുതെ കുഴിപ്പള്ളത്ത് പോകാൻ പറയല്ല കേട്ടാ. എങ്ങനെ അവിടെ കുഴിപ്പള്ളത്തേക്ക് പോരണ്ടേ പറയേ? നമ്മളിവിടെ ബഹളം ഉണ്ടാക്കിയെന്ന് പറയാം അവളെ പറഞ്ഞൂടെ? അത് കറക്റ്റാണ്. ഇനി ഞാൻ അവിടെ ശരിയാവൂല. എന്റെ കാര്യം എവിടെ പോണ്? അടുക്കളയില്. കിച്ചണിലേക്ക് കയറി പോരുതും. ഒരു 20 അടി പുറയിൽ നോളണം കിച്ചണിന്റെ.
20 അടി പുറകില ഒന്ന് പോയാ ഞാൻ അവിടെ നിൽക്ക്. ഇവിടെയുള്ള ആൾക്കാർക്ക് ജീവൻ വേണം. ഇവരുടെ അടുക്കള കയറി പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒന്നാമത്തെ വാടക വീട്, അങ്ങോട്ട് പോ ചെല്ല്. മൂന്നും കൂടെ നോക്കണം. ഓട്ടം കണ്ടില്ലേ? മാറി കടന്നു.